ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഫ് എഡ്യൂക്കേഷൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പ് ആയിരിക്കും. അതായത് ഓണ്ടർപ്രണർഷിപ്പ് റിലേറ്റഡ് PYQs ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഓണ്ടർപ്രണർഷിപ്പ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇന്നോവേഷൻ ഇസ് ദ സ്പെസിഫിക് ഇൻസ്ട്രുമെന്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, ദ ആക്ട് ദാറ്റ് എൻജോയ്സ് റിസോഴ്സസ് വിത്ത് എ ന്യൂ കപ്പാസിറ്റി ടു ക്രിയേറ്റ് വെൽത്ത്. ഇതാരാ പറഞ്ഞെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാരാണ് പറഞ്ഞെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇന്നോവേഷൻ ഇസ് എ സ്പെസിഫിക് ഇൻസ്ട്രുമെന്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, ദ ആക്ട് ദാറ്റ് എൻജോയ്സ് റിസോഴ്സസ് വിത്ത് എ ന്യൂ കപ്പാസിറ്റി ടു ക്രിയേറ്റ് വെൽത്ത്. പൊതുവെ ഇന്നോവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടല്ലേ, സ്കംപീറ്ററിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷംപീറ്റർ നമുക്കറിയാം ആരാണ്, ഓണ്ടർപ്രണർഷിപ്പിന്റെ ഫാദറാണ്. പക്ഷെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് പീറ്റർ ഡ്രക്കർ ആണ്. പീറ്റർ ഡ്രക്കർ ആണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇന്നോവേഷൻ ഇസ് എ സ്പെസിഫിക് ഇൻസ്ട്രുമെന്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, ദ ആക്ട് ദാറ്റ് എൻജോയ്സ് റിസോഴ്സസ് വിത്ത് എ ന്യൂ കപ്പാസിറ്റി ടു ക്രിയേറ്റ് വെൽത്ത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ PYQs പഠിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പീറ്റർ ഡ്രക്കർ ഇപ്പൊ നമുക്കറിയാം ഇത് പറഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് പീറ്റർ ഡ്രക്കർ ആണെന്ന്. ഷംപീറ്റർ എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് അങ്ങനെ പഠിക്കണം. അപ്പൊ ഫ്രാങ്ക് നൈറ്റ് എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് തിയറിയാണ് ആളുടെ എന്ന് പഠിക്കുക. ഫ്രാങ്ക് W. അതും ആരുടെ ഏത് തിയറി എന്നുള്ളത് പഠിക്കുക. സോ അങ്ങനെ വേണം ഒരു PYQ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. മേ ബി ഇതിന്റെ റിലേറ്റഡ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഇനി വരുന്ന എക്സാമിന് വേണമെങ്കിൽ ഒരു സെന്റൻസ് വന്നിട്ട് ഇത് ആരുടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ അതാണ് PYQ സെക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PYQ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് entrepreneur ഇസ് നോൺ ഫോർ ജനറേറ്റിംഗ് ഇന്നോവേറ്റീവ് ഐഡിയ ആൻഡ് സീക്കിംഗ് വേ ടു ഇംപ്രൂവ്? സോ ഏത് ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ ലൈക്ക് എ മാനേജർ, അതായത് ഓണ്ടർപ്രണറിന്റെ താഴെ. ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഓണർ ആണ് ആക്ച്വലി പറഞ്ഞത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. ഇൻട്രാപ്രണറിന് അത്ര റിസ്ക് ഇല്ല. ഇൻട്രാപ്രണർ ആക്ട് ലൈക്ക് ഓണ്ടർപ്രണർ. അതായത് ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ ഒരു മാനേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇൻട്രാപ്രണർ എന്ന് പറയാം. ആളായിരിക്കും ഏകദേശം കമ്പനിയിലുള്ള മാനേജിങ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ആൾക്ക് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവരെയാണ് നമ്മൾ ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് entrepreneur is known for generating innovative idea and seeking ways to improve? Innovative ideas and seeking way to improve. Innovative ideas generate ചെയ്യുന്ന ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എംപ്ലോയി entrepreneur ആണോ? അല്ല. നമുക്കറിയാം എംപ്ലോയി entrepreneur ആവാൻ ചാൻസ് ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ എംപ്ലോയി entrepreneur എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എംപ്ലോയി എന്ന് പറയുന്നത്. അപ്പൊ അവരെയാണ് നമ്മൾ എംപ്ലോയി entrepreneur എന്ന് പറയുന്നത്. ഡൂവേഴ്സ് entrepreneur ആവാൻ ചാൻസ് ഉണ്ട്. ഡൂവേഴ്സ് entrepreneur ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡൂവർ entrepreneur ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. ഡൂവർ entrepreneur എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ചെയ്യാൻ ആഗ്രഹമുള്ള entrepreneurs ആണ്. അതായത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അതെങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാം, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഡൂവേഴ്സ് entrepreneur എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് entrepreneur, ക്രിയേറ്റിവിറ്റി, ന്യൂ ഐഡിയ, ഇന്നോവേഷൻസ്, ഇതെല്ലാം വേർഡും കണക്റ്റഡ് ആണ്. സോ നമുക്ക് പറയാം ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഇതാണ്, ക്രിയേറ്റീവ് entrepreneur ആണ്. ക്രിയേറ്റീവ് entrepreneur എന്ന് പറഞ്ഞാൽ അവർ പുതിയ ഐഡിയാസ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അവർ അത് വെച്ചിട്ടായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. അവരെ നമുക്ക് ക്രിയേറ്റീവ് entrepreneur എന്ന് പറയാം. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 3 ആണ്, ക്രിയേറ്റീവ് entrepreneur. സോ നമുക്ക് നാലാമത്തെ കൂടെ ഒന്ന് നോക്കാം. ഇംപ്ലിമെന്റേറ്റീവ് entrepreneur എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോളിസീസോ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇംപ്ലിമെന്റേഴ്സ് entrepreneur എന്ന് പറയുന്നത്. സോ ഇതൊരു ബേസിക് ഐഡിയ ആണ്, ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതിന്റെ. ഇതിൽ നിന്ന് മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇനിയും ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ക്രിയേറ്റീവ് ഓണ്ടർപ്രണറിന്റെ ഒരു ഇത് വെച്ചിട്ട് ചോദിച്ചു. ഇനിയിപ്പോ ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനും ചാൻസസ് ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, entrepreneurship who are characterizing by the refusal to adopt opportunities and make changes in production system even if it affects the return of the organizations are called. So ഈ ക്വസ്റ്റ്യൻ ഇത് ടൈപ്സ് ഓഫ് ദി entrepreneurs ആണ് ഈ ഓപ്ഷനിൽ കിടക്കുന്നത്.
അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവർക്കൊരു പ്രൊഡക്ഷൻ ഇഷ്യൂസ് വന്നാൽ പോലും അവർ പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്യുന്ന എങ്ങനത്തെ ഓണ്ടർപ്രണേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് നോക്കണം. അതായത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് പഠിച്ചവർക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിന്റെ ആൻസർ വരുന്നത് ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് ആണ്. ഞാൻ ഫാബിൻ ഓണ്ടർപ്രണറും ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണർ, ലൈഫ് ടൈമേഴ്സ് ഓണ്ടർപ്രണേഴ്സും എന്താന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഫാബിൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡ്രോൺ ഓണ്ടർപ്രണേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവർ ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ മടിക്കുന്നവരല്ല. ഡ്രോൺ ഓണ്ടർപ്രണേഴ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർ ചേഞ്ച് ചെയ്യാൻ മടിക്കുന്നവരല്ല. അവർക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുണ്ട്, ബട്ട് സ്റ്റിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഫാബിൻ ഓണ്ടർപ്രണേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റിംഗ് ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. ഈ പേര് പോലെ തന്നെ ഇമിറ്റേറ്റിംഗ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഏതെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഐഡിയാസോ ഒക്കെ ഓൾറെഡി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ കോപ്പി എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണേഴ്സിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. ഇമിറ്റേറ്റിംഗ് ഓണ്ടർപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ടൊക്കെ അത്രയും കുറവ് മതി, ഇപ്പം കോസ്റ്റ് ഒക്കെ അത്രയും കുറവ് മതി. കാരണം ഇമിറ്റേറ്റിംഗ് ഓണ്ടർപ്രണേഴ്സ് പേര് പോലെ തന്നെ ഇമിറ്റേറ്റിംഗ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യാന്ന് അല്ലെങ്കിൽ കോപ്പി അടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവർക്ക് വരുന്നത് ഇമിറ്റേറ്റിംഗ് ഓണ്ടർപ്രണേഴ്സിന്. സോ എന്തെങ്കിലും ഒരു ഐഡിയോ എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് തന്നെ കോപ്പി അടിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യുക എന്നതാണ് ഇമിറ്റേറ്റിംഗ് ഓണ്ടർപ്രണേഴ്സിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബേസിക്കലി അതാണ് ഒരു ഐഡിയ. ഞാനൊരു ഡെഫിനിഷൻ പോലെയൊന്നും അല്ല പറയുന്നത്, ഒരു ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി എന്താണ് ഈ ഓണ്ടർപ്രണേഴ്സ് എന്നുള്ള ഒരു മീനിങ് പറയുന്നു എന്നുള്ളൂ. ലൈഫ് ടൈമേഴ്സ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈക്ക് ഫുൾ ലോങ് ടൈം അവർ ഓണ്ടർപ്രണേഴ്സ് ആയിരിക്കും. അതായത് ഫുൾ ലൈഫ് ലോങ് അവർ ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ലൈഫ് ടൈമേഴ്സ് ഓണ്ടർപ്രണേഴ്സ്. സോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇപ്പം ഇതിന്റെ ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ refusal to adopt opportunities and make changes in production system even if it affects the return of the organization. Even if it affects the return of the organization എന്ന് പറയുമ്പോഴാണ് അത് ഡ്രോൺ ഓണ്ടർപ്രണർ ആവുക. പക്ഷെ ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചാൽ അതിന് ചാൻസസ് ഉണ്ട് ഫാബിൻ ഓണ്ടർപ്രണർ ആവാൻ. അപ്പൊ ഇവിടെ ഈ ഒരു കീവേഡ് ആണ് ഈ ഡ്രോൺ ഓണ്ടർപ്രണറിലേക്ക്, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഡ്രോൺ ഓണ്ടർപ്രണറിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് തിയറീസ് ഓഫ്, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ഓഫ് തിയറീസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് പ്രൊപ്പോണൻസ്. സോ പ്രൊപ്പോണൻസിനെ വെച്ചിട്ട് ആരുടെ തിയറി ആണെന്നുള്ളത് നമ്മളൊന്ന് മാച്ച് ചെയ്യണം. അതാണ് ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി. സോ ആദ്യത്തെ എ ഓപ്ഷൻ, തിയറി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇന്നോവേഷൻസ് ഫ്രാങ്ക് ഡബ്ല്യു യങ്. തിയറി ഓഫ് ചേഞ്ച് പീറ്റർ എഫ് ഡ്രക്കർ. തിയറി ഓഫ് റിലീജിയസ് ബിലീഫ് ജോൺ എച്ച് ക്നുൽ. തിയറി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് സപ്ലൈ മാക്സ് വെബർ. ഇതാണ് ആക്ച്വലി മാച്ച് ദ ഫോളോയിങ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമുക്ക് മാച്ച് ചെയ്യാം. തിയറി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇന്നോവേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മേ ബി ചാൻസസ് അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ. സോ ഇതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. തിയറി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ അറിയാം പീറ്റർ എഫ് ഡ്രക്കർ ആണെന്നുള്ളത്. A2 വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? A2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പം വേറെ ഓപ്ഷൻസ് അറിയത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തിയറി ഓഫ് റിലീജിയസ് ബിലീഫ് ആണ്. റിലീജിയസ് ബിലീഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാക്സ് വെബർ ആണ് എന്നുള്ളത് അല്ലെ. ഇപ്പൊ C4ഉം A2ഉം കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് തോന്നുന്നു. നമുക്ക് നോക്കാം. A2ഉം A2ഉം C4ഉം ഒരേ ഒരു ആൻസറേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും 1 ആണ് അതിന്റെ ആൻസർ എന്നുള്ളത്. സോ 1 ആണ് അതിന്റെ ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. തിയറി ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ഡബ്ല്യു യങ് ആണ്. സോ നമ്മൾ പഠിച്ചു തിയറി ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് ഡബ്ല്യു യങ് ആണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് ആരുടെ ആണ് പ്രൊപ്പൗണ്ടേഴ്സ് എന്നുള്ളത്. അപ്പൊ അതാണ് PYQസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മളത് ഒരു ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പഠിക്കും എന്നുള്ളതാണ് അതിന്റെ വേറൊരു കാര്യം. സോ
അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബുക്കിൽ എഴുതി വെക്കാൻ എന്നുള്ള ഒരു തോട്ട് പറയുന്നത്. അതുപോലെ തന്നെ തിയറി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോൺ എച്ച് കുന്നലാണ്. സോ ഇപ്പം തിയറി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് സപ്ലൈ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം ഇങ്ങനെ വരിക PYQ ക്വസ്റ്റ്യൻസ്, അതായത് ആരാണ് ഈ തിയറി പ്രൊപ്പോണ്ട് ചെയ്തത്, തിയറി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് സപ്ലൈ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ജോൺ എച്ച് കുന്നൽ ആണെന്നുള്ളത്. സോ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Who among the following bridges a gap between inventors and managers? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ അതിന്റെ ആൻസർ എന്താണ്? ഇൻട്രാപ്രണർ ആണ്. സോ 4th വൺ ആണ് അതിന്റെ ആൻസർ. ബേസിക്കലി എല്ലാവർക്കും അറിയാം ഇതിന്റെ ബാക്കി ഓപ്ഷൻസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേലും എല്ലാവർക്കും തന്നെ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ദ വൺ ഹു ഇൻവെസ്റ്റ് ഇൻ ടു ദ ബിസിനസ്. ഓണ്ടർപ്രണർ ആരാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാണോ റിസ്ക് എടുക്കാൻ തയ്യാറ് അവരെ നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയും. അതായത് ഹു ഓൺസ് ദ ബിസിനസ്, അവരെയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതാണ് ഇതിന്റെ ബേസിക് മീനിങ്. സോ ഈ മീനിങ് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയും പഠിക്കണം എന്നുള്ളതാണ്. So ഇതിന്റെ ആൻസർ who among the following bridges the gap between inventors and managers is answer is intrapreneur. So ഇത്രേ ഉള്ളൂ ബേസിക്കലി ക്ലാസ്. ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ വരുന്ന ഫ്രീ ഗൈഡൻസും പോൾ ക്വസ്റ്റ്യൻസും ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.